തായ്ലാൻഡ് വ്ലോഗിലെ ഡേ 3 ആണ് ഇന്ന് നമ്മൾ പോണത് നങ്കൂച്ച് ഗാർഡനിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മളുടെ ടിക്കറ്റൊക്കെ ഒന്ന് ശരിയായത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കിട്ടി. ഇനി നമ്മളിത് നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ നങ്കൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ. ഇവിടുന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ആനയുടെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഞാനും എൻ്റെ നാത്തൂനും കൂടിയായിരുന്നു ആനയുടെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും ഇവിടെ വരുമ്പോഴല്ലേ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് എനിക്ക് എല്ലാ റൈഡിൽ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ പേടി മറക്കും, എല്ലാത്തിലും കയറുകയും ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ചതേ കയറി ഞങ്ങളുടെ സവാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പേടിയിലായിരിക്കണം. ഈ ആനക്ക് എങ്ങാനും കഷ്ടകാലത്തിന് ഓടാനോ എന്തിനെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ കാര്യം. എങ്ങാനും അതിൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് വീണാൽ അവിടെ തീർന്നു, പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല. നല്ല പോലെ നമുക്ക് സവാരിയെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ വേറൊരു പ്രോഗ്രാമും കൂടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് എന്താ പേര് പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അതെല്ലാം നല്ലപോലെ ഇരുന്ന് കണ്ടു. ഇത് നമ്മുടെ അൽക്കാദർ ഷോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒക്കെ അതുപോലെ തന്നെ കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തായ്ലാൻഡിൽ പോയി വന്നതിന് ശേഷം ഞാൻ ആനകളെ കണ്ടു മടുത്തു എന്ന് തന്നെ പറയാം. എവിടെ തിരിഞ്ഞാലും ആന ഓടുന്നു, ചാടുന്നു, പെയിൻ്റ് അടിക്കുന്നു, പന്ത് കളിക്കുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും സംഭവം ഞാൻ കണ്ടു മടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡും കഴിച്ച് വീണ്ടും ഇതാ കറങ്ങാൻ പോയി. ഞങ്ങൾക്ക് ഫുഡെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ഡൈനോസർ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ കണ്ടാൽ ഞെട്ടിപ്പോവും, അത്രക്കും വലുപ്പമായിരുന്നു. എൻ്റെ മോൻ എന്തായാലും അത് കണ്ട് ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ രാത്രിയാണ് ഇറങ്ങിയത്. ജീവനുള്ള ഈ ചെമ്മീനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ പോയത് ട്രീ ടൗൺ പട്ടായയിലേക്കായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം ആ ടൗണിൽ കൂടെ അങ്ങനെ കറങ്ങി നടന്ന് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ. ഇത് ഞങ്ങളുടെ പട്ടായയിലെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ രാവിലത്തെ കറക്കെല്ലാം കഴിഞ്ഞ് നേരെ പോണത് ബാങ്കോക്കിലേക്കാണ്. അപ്പോൾ ഇന്നൊക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.